രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. മൂന്നാല് കാര്യം. അതിൽ ഒരു കാര്യം പറഞ്ഞത് യൂറോസെൻട്രിക് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോമൺ ആയി പറയുന്നില്ല. പക്ഷേ യൂറോപ്പിലുണ്ടായിരുന്ന ഈ നവോത്ഥാനം ബേസിക്കലി മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരുന്ന അറിവിനെ സംശീകരിക്കുന്നതിലൂടെ. അപ്പൊ ആഡം സ്മിത്തിന്റെ ലൈബ്രറിയിൽ അറേബ്യൻ പുസ്തകങ്ങളാണ് ഇന്നും ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ കേസരിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം അദ്ദേഹം മാർക്സിസ്റ്റ് അല്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആണ്. അത് അല്ലാതെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പല ഇത് തന്നെ ഒരു യൂറോസെൻട്രിക് പരിപാടിയാണ്. അപ്പൊ അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇത്തരം ആശയങ്ങൾ ഇപ്പോ ഗ്രൈബർ എന്ന് പറഞ്ഞ ഒരു നരവംശ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഫസ്റ്റ് 5000 years എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മാർക്സിസ്റ്റാണ്, പക്ഷെ ഞാൻ അനാർക്കിക് മാർക്സിസ്റ്റാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ കേസരി എനിക്കൊന്ന് കിറുക്കൻ നിങ്ങൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം കിറുക്കനാകുന്നത് ഇന്ന് ഈ കാരണം കൊണ്ടൊന്നും ഉണ്ടിയാണ്. അന്നത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ പലപ്പോഴും കേസരിയെ വിമർശിക്കുന്നതിലൂടെ പലപ്പോഴും കിറുക്കനാക്കുന്ന ഒരു പ്രക്രിയയും കൂടി നടക്കുന്നുണ്ട്. അത് ഇന്നും നടക്കുന്നുണ്ട്, അന്നും നടക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ടേമുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ സംശയിക്കാൻ പറ്റുന്ന പല അറിവിനെയും കേസരി മാഷ് പറയാത്ത ഒരു കാര്യം, കേസരി എങ്ങനെയാണ് ജാതിനെ കേരളത്തിൽ അന്ന് ജാതി വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് കേസരി ജാതിനെ തൊട്ടില്ലൊന്നും മാഷ് പറഞ്ഞിട്ടേ ഒരു ചണ്ടാല പിശുകിലെ കാര്യം മാത്രം. അപ്പൊ അത്തരത്തിൽ നമ്മൾ കേസരിനെ ക്രിട്ടിക്കലായിട്ടും കൂടി കാണേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് ഒരു കാര്യം, കേസരി കിറുക്കെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് ഒട്ടുമേ അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാനത് ആ കാലത്ത് പൊതുവെ ഉപയോഗിച്ചിരുന്ന കേസരി തന്നെ പരിഹാസപൂർവ്വം തന്നിങ്ങനെ വിമർശിക്കപ്പെടുന്നുണ്ട്, എന്റെ സ്വകാര്യ കിറുക്കാണെന്നൊക്കെ യുവാക്കൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പരിഹാസത്തോടെ കേസരി തന്നെ പറയുന്ന ഒരു വാക്ക് ഞാൻ ആവർത്തിച്ചു എന്നേ. ഞാൻ കേസരിയുടെ ഇടപെടലിന് ഏതെങ്കിലും ഒരു അംശത്തിൽ കിറുക്ക് എന്നുള്ള നിലയിൽ കാണുന്നില്ല. ഹിസ്റ്റോറിക്കലി തന്നെ അദ്ദേഹം വാലിഡാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ചൊരു പോയിന്റ് ആദ്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഈ എന്താ പറയാ, നവോത്ഥാനം മുതലായ ആശയങ്ങൾ വാസ്തവത്തിൽ ഇപ്പൊ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തിന്റെ വീണ്ടെടുപ്പാണ് നവോത്ഥാനം എന്ന മട്ടിൽ നവോത്ഥാനത്തെ പ്ലേസ് ചെയ്യുന്നത് വാസ്തവത്തിലെ ഈ അറേബ്യൻ വിജ്ഞാനം, ചൈനീസ് വിജ്ഞാനം, പേർഷ്യൻ, ഇന്ത്യൻ വിജ്ഞാനങ്ങൾ ഇതെല്ലാം അറബികൾ സമാഹരിച്ച് ഗോഗോയിലും ബഗ്ദാദിലും ഒക്കെ സമാഹരിച്ച് അവയെ വിപുലീകരിച്ച് വാസ്തവത്തിൽ യൂറോപ്പിന് കൈമാറുകയും ചെയ്തത്. ഇപ്പൊ പലരും ബർണലൊക്കെ പറയുന്നുണ്ട് 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലും ഗ്രീക്ക് വായിക്കാൻ അറിയുന്നത് അറബികൾക്ക് മാത്രമാണ്. വേറെ ആർക്കും ഗ്രീക്ക് വായിക്കാൻ അറിഞ്ഞില്ല. ഗ്രീക്ക് വിജ്ഞാനം സംരക്ഷിച്ച് നേതൃത്വത്തിൽ ലോകത്തിന് കൈമാറിയതവരാ. പക്ഷെ പിന്നീട് ഈ കുരിശുയുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിനോടുള്ള ശത്രുത എന്താ പറയുക, അറബ് വിജ്ഞാനത്തോട് അംഗമാനമുള്ള ശത്രുതയായി അവതരിപ്പിക്കപ്പെടുകയും ഒരു അറബ് മീഡിയേഷൻ ഇല്ലാത്ത സ്വന്തം ഭൂമലയാളത്തെ യൂറോപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ട്രാജക്ടറിക്കകത്താണ് ഈ നവോത്ഥാനം ഒരു ക്രിട്ടിക്കൽ കാറ്റഗറിയായി എമർജ് ചെയ്ത് വരുന്നത്. അത് ശരിയാണ്. വാസ്തവത്തിൽ ആ കാറ്റഗറിയിൽ തന്നെ ഈ യൂറോസെൻട്രിസത്തിന്റെ പല പ്രശ്നങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നീട് കേസരി ഉന്നയിച്ച ഒരു പൊസിഷനെ ഞാൻ ജനറൽ ടൈമിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേസരി കരുതിയ ഒരു കാര്യം എന്റെ തോന്നൽ, അതായത് യൂറോപ്പ് ഉണ്ടാക്കിയ ചരിത്ര വിശകലനത്തിന്റെ ഒരു മെത്തഡോളജി ഉണ്ടല്ലോ. അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗ്രീക്കോ റോമൻ കാലത്ത് വിജ്ഞാനത്തിന്റെ ആദിമൂലങ്ങൾ ഗ്രീസിലുണ്ടാകുന്നു, റോമിൽ വളരുന്നു, പിന്നെ മധ്യകാലത്ത് മുഴുവൻ സ്തംഭിച്ചു കിടക്കുന്നു, ഇരുപടഞ്ഞ നൂറ്റാണ്ടുകള്. അത് കഴിഞ്ഞ് നവോത്ഥാനം വരുന്നു, നവോത്ഥാനത്തിലുള്ള അത് വീണ്ടെടുക്കപ്പെടുന്നു, ലോകം മുഴുവൻ ഇത് പരക്കുന്നു. ഇതാണ് ആധുനികത. അങ്ങനെ ഗ്രീസിൽ ജനിച്ച് റോമിൽ വളർന്ന് പിന്നെ മരിച്ചു കിടന്ന് പിന്നെ അവിടെ തന്നെ പുനർജനിച്ച് ലോകം മുഴുവൻ വളർന്ന ഒരു അറിവ് എന്ന യൂറോസെൻട്രിക്കായ ഒരു ട്രജക്ടറിയെ, സിവിലൈസേഷണൽ ട്രജക്ടറിയെ കേസരി സമ്പൂർണ്ണമായി തള്ളുന്നു. കേസരി കരുതുന്നത് യൂറോപ്പിൽ അറിവുണ്ടാകുന്നതിന് മുമ്പ് അസീറിയുണ്ട്, ബാബിലോണിയുണ്ട്. യൂറോപ്പിൽ അറിവുണ്ടായ സമയത്ത് ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. യൂറോപ്പ് ഇന്ത്യ വരുന്ന സമയത്ത് അറേബ്യയുണ്ട്. ഇതെല്ലാം ചേർന്ന മറ്റൊരു ബദൽ സാംസ്കാരിക ഭൂപടമാണ് കേസരി വരയ്ക്കുന്നത്. അത് വരയ്ക്കാനുള്ള ശ്രമമാണ് കേസരിയുടെ എന്താ പറയാ ഈ ചരിത്ര ഭാവന എന്ന് പറയുന്നത്.
ആ ഭാവനയിൽ അദ്ദേഹം ഉപയോഗിച്ച ആവിഷ്കരിച്ച എല്ലാ നിഗമനങ്ങളും ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ഭാവന പ്രധാനമാണ്. ഒരു കൗണ്ടർ ഹിസ്റ്ററി ഉണ്ടാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് കേസരിയിലുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ആ നിലയിൽ യൂറോസെൻട്രിസത്തോടുള്ള ഒരു ക്രിട്ടിക്ക് കേസരിയിലുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നെ ഈ കാറ്റഗറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈ കുടുക്കിൽ തന്നെ ചെല്ലുകയും യൂറോസെൻട്രിസം എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഓൺഗോയിങ് ഡിബേറ്റിനകത്തേക്ക് നമ്മളും ചെന്ന് വീഴുകയും അതിന്റെ കുടുക്കിൽ അറിയാതെ പെടുകയും ചെയ്യും. അത് ഞാൻ സംബന്ധിച്ചു. പിന്നെ ജാതി കേസിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാത്തൊരു കാര്യമാണ്, ജാതി നേരിട്ട് ജാതി എന്നുള്ള നിലവിലല്ല, പക്ഷെ അന്ന് ഉയർന്നു വന്ന, പ്രത്യേകിച്ച് പത്രപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സമയത്ത് അന്നത്തെ ജാതി വിരുദ്ധ സമരങ്ങളെ വലിയ തോതിൽ പിന്തുണച്ച ഒരാളായിരുന്നു കേസരി. ഈ കളിക്ക് വേണ്ടി മോപ്പസം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി വൈക്കം സത്യാഗ്രഹ സമയത്ത് അദ്ദേഹം ഇടപെടുന്നുണ്ട്. ജാതിയാണ് കേരളീയ സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുന്ന ഏറ്റവും പൈശാചികമായ ഒരു ശക്തി എന്ന നിലയിൽ അദ്ദേഹം പല സ്ഥലത്തും പറയുന്നുണ്ട്. അത്തരം ഒബ്സർവേഷൻസ് ഉണ്ട്. അതിനപ്പുറം ജാതിയെ ഘടനാപരമായി പഠിക്കാനുള്ള ശ്രമം ഞാൻ കണ്ടിട്ടില്ല. ജാതി വിമർശനമുണ്ട്. ഇപ്പൊ അയ്യങ്കാളി തിരുവിതാംകൂർ രാജാവ് അയ്യങ്കാളിയെ കാണാൻ അനുവദിക്കാതിരുന്നതിനെതിരെ കേസരിയുടെ ഗംഭീര പ്രസംഗമുണ്ട്. അത് ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേതാവ് പ്രധാനമന്ത്രിയെ കണ്ടു തുടങ്ങിയപ്പോ എമിൽ ബെൻസ്നോ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ പിന്നാലെ വന്ന ആളോട് പ്രധാനമന്ത്രി പറഞ്ഞു, ഈ കസേരയിലിരിക്കും, ബെൻസ് ഇരുന്ന കസേരയാണ്, അവിടെ ഇരിക്കുമെന്ന്. അതിനുശേഷം കാണാമെന്ന് അവരോട് പറഞ്ഞു. എന്ത് കേസിൽ എഴുതുന്നത്? ഇതുപോലെ അയ്യങ്കാളി ഇരുന്ന കസേരയാണെന്ന് പറഞ്ഞ് പറയാനുള്ള ഒരു അവസരം രാജാവിനുണ്ടായിരുന്നു, അതാണ് ഇല്ലാതായി പോയത് എന്ന് കേസരി എഴുതുന്നുണ്ട്. അങ്ങനെ അയ്യങ്കാളിയുടെ പ്രാധാന്യത്തെ ഈ നിലയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേസരി ചരിത്രം കാണുന്നത് ഈ തൊട്ടപ്പുറത്താ. അയ്യങ്കാളിയെ കാണാതിരിക്കുമ്പോൾ ഒരു ഉദാഹരണം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് ചക്രവർത്തിയും പ്രധാനമന്ത്രിയും ബെൻസും തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മറ്റു ലേഖനങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടാവും, കാരണം ഇവരുടെ ചരിത്രം മുഴുവൻ വായിക്കൽ എളുപ്പമുള്ള പണിയില്ല. കുറെ വായിച്ചിട്ടുണ്ട്. എന്നാലും നമസ്കാരം. എൻ്റെ പേര് ഹിബത്തുർ റഹ്മാൻ, അയ്യാർ ഗ്രൂപ്പിൽ നിന്നാണ്. യൂട്യൂബിലൂടെ മാത്രം കേട്ട മാഷിനെ നേരിട്ട് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ജീവനുള്ള ഒരാളാണെന്ന് മനസ്സിലായി. നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ട്. ഇത് ചോദ്യം EMS-ഉം കേസരിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ആദ്യകാലങ്ങളിൽ കേസരിയുടെ വിമർശനങ്ങളെ എതിർത്തിരുന്ന EMS പിൽക്കാലത്ത് കേസരിയെ തന്നെ അനുകൂലിക്കുന്നുണ്ട്, വിമർശനങ്ങളെ അനുകൂലിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, കേസരി EMS തമ്മിലുള്ള ബന്ധത്തില് ഞാൻ നേരത്തെ പറഞ്ഞില്ല. EMS-നെ സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കേസരി നൽകിയ ഒരു സംഭാവനയുണ്ട്. അതുണ്ട് കേട്ടോ. കാരണം പി കൃഷ്ണപിള്ളയെ വലിയ തോതില് കേസരി സഹായിച്ചിട്ടുണ്ട്. വൈക്കം കൃഷ്ണപിള്ള എന്നാ പറയാം. വൈക്കം കൃഷ്ണപിള്ള എന്നെ കാണാൻ വന്നിരുന്നു. കാര്യപരിപാടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഞാൻ ചില നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെയൊക്കെ EMS കേസരിയെ കാണുന്നത് കേരളത്തിന്റെ ആധുനിക സമൂഹ രൂപീകരണത്തിന് പത്രാധിപർ എന്ന നിലയ്ക്ക് കേസരി നൽകിയ സംഭാവനകളാണ് EM-ന്റെ പരിഗണനയിൽ പ്രധാനമായിട്ടുള്ളത്. കാരണം മൊഡേണിറ്റിയുടെ ഒരു വ്യക്തി പ്രതിനിധിയായിട്ടാണ് EMS ഒക്കെ സോഷ്യലായിട്ട് ഇടപെടുന്നത്. അതേസമയം സാഹിത്യ വിമർശനത്തിലോ ചരിത്രത്തിലോ ഒക്കെ കേസരി നടത്തുന്ന ഇടപെടലുകളോട് EMS യോജിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ എന്താ പറയാ, ബൂർഷ്വാ പണ്ഡിത മൂഢൻ എന്ന അതികഠിനമായ ഒരു വാക്ക് മൂപ്പര് ഉപയോഗിക്കുകയും ചെയ്തു. ബൂർഷ്വാ പണ്ഡിത മൂഢന്മാർക്ക് ഒരു ഉത്തമ മാതൃക എന്നാണ് കേസരിയെ EMS വിളിച്ചത്. ആ വിമർശനത്തിന് EM-ന്റേതായ ചില അടിസ്ഥാനങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയ സന്ദർഭത്തെ ഒരു ചുവട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര വിമർശനത്തിന്റെ അടിസ്ഥാനം. കേസരിയുടെ പൊസിഷൻസ് വ്യത്യസ്തവുമാണ്, പലപ്പോഴും പണ്ഡിതപരമാണ്. പിന്നെ പലപ്പോഴും പോളമിക്കലായ ചിന്തകളികളാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല. ആ കേസരി അങ്ങനെ ചിന്ത വിളിച്ചായിട്ട് തോന്നുന്നില്ല, പക്ഷെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇങ്ങനെ താൻ പറഞ്ഞത് തെറ്റായിരിക്കുന്നുവെന്നും താൻ അതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നും EMS എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്കത് EMS-ന്റെ സത്യസന്ധതയിലും ബഹുമാനം തോന്നിയൊരു കാര്യമാണ്. കാരണം ഈ ലേഖനം EMS എഴുതിയത് കളത്തില്ല. ഒടുവിൽ കഴിയുന്ന കാലത്തായി ഈ കേസരിക്കെതിരെയുള്ള ലേഖനം എഴുതി വേറെന്തോ പേരിലാണ് എഴുതിയത്. പക്ഷെ പിന്നീട് സമാഹരിച്ച സമയത്ത് ആ ലേഖനം സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുകയും താൻ അങ്ങനെ വിമർശിച്ചത് തെറ്റായിരുന്നുവെന്നും നിർവ്യാജം ഖേദിക്കുന്നുവെന്ന് ഖേദം ആദ്യം എഴുതുകയും ചെയ്തു. അങ്ങനെ ഒരു തന്റെ തിരുത്തൽ നടത്തുന്നുണ്ട്. പക്ഷെ കേസരിയുടെ സാഹിത്യ കലാദർശനത്തെയോ ചരിത്ര ദർശനത്തെയോ എപ്പോഴെങ്കിലും അതേപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.